ഗോവയിൽ നിന്നുള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗത്ത് ഗോവയിലാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസം നോർത്ത് ഗോവയിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് സൗത്ത് ഗോവയിൽ വർക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹോം സ്റ്റേയിൽ റൂം എടുത്തു. അപ്പോൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടാന്ന് വെച്ചാൽ സൗത്ത് ഗോവയിലത്തെ 2-3 ഹിഡൻ സ്ഥലത്തേക്കാണ്. പോകുന്ന വഴി ഹോട്ടലിൽ നിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം. നല്ല ചൂട് നെയ്റോസ്റ്റാണ് കേട്ടോ രാവിലത്തെ ഫുഡ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിപ്പം പോകാൻ പോകുന്നത് ഒരു ഹിഡൻ ഡാമിലേക്കാണ്. ഒരു കിടിലൻ ഡാമാണ് ആദ്യത്തെ ഡെസ്റ്റിനേഷൻ. ഇവിടെ നിന്ന് 40 കിലോമീറ്റർ ദൂരമുണ്ട്. എന്തായാലും അങ്ങോട്ട് പോവാം. അങ്ങനെ ഡാമിന്റെ പാർക്കിങ്ങിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എല്ലാം കർണാടക രജിസ്റ്റേർഡ് വണ്ടികളാണ് കേട്ടോ കാണാൻ സാധിക്കുന്നത്. സലാവലയം ഡാമിനാണ് കേട്ടോ ഈ ഡാമിന്റെ പേര്. അങ്ങനെ ഡാമിന്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഒരാൾക്ക് 60 രൂപ ടിക്കറ്റ് കൊടുക്കണം. ഇവിടെ ഡ്രോണിന്റെ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് ഡ്രോൺ എടുത്തില്ല. ഗുലേലി നദിയുടെ കുറുകെയാണ് ഈ ഡാം നിർമ്മിച്ചത്. ഈ ഡാമിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയുടെ സൂചനയാണ് അങ്ങ് ദൂരെ കാണുന്ന ആവി. ഇതാണ് കേട്ടോ ആ പ്രത്യേകത. എക്സസ് വെള്ളം അടിയിൽ കൂടെ റിലീസ് ചെയ്യുന്ന ഒരു സംഭവം. അപ്പോൾ ഈ കാണുന്ന കുഴിയാണ് ഈ ഡാമിന്റെ മെയിൻ അട്രാക്ഷൻ. പിന്നെ ഇവിടെ ഒരു ബൊട്ടാനിക്കൽ ഗാർഡനും ഉണ്ട്. നല്ല ഭംഗിയുള്ള റിസർവോയർ. ആ മലയുടെ റിഫ്ലക്ഷൻ വെള്ളത്തിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഈ വെള്ളം താഴത്തേക്ക് ഒഴുകി പോകുന്ന സംഭവം മൺസൂൺ സമയത്ത് മാത്രം കാണാൻ പറ്റുള്ളൂ. വേനൽക്കാലത്ത് വന്നാൽ ഇങ്ങനത്തെ വാട്ടർ ഫ്ലോ ഒന്നും കാണാൻ സാധിക്കില്ല. സുവറി നദിയുടെ ട്രിബ്യൂട്ടറിയായ ഗുലേലി റിവറാണ് ഈ കാണുന്നത്. ഈ ഡാമിന്റെ കൺസ്ട്രക്ഷൻ 1975 ആരംഭിച്ച് 2000 ആയപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇറിഗേഷന് വേണ്ടി വാട്ടർ സപ്ലൈക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഡാം നിർമ്മിച്ചത്. ആ സ്പിൽവേയിൽ നിന്ന് വെള്ളം തെറിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡാമിന്റെ കാഴ്ചകൾ കണ്ട് വണ്ടിക്കകത്ത് കയറി യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഈ ഡാമിന്റെ അടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലത്തിലേക്ക് എത്തിയിരിക്കുക. ആ അമ്പലത്തിന് മുമ്പിൽ വണ്ടി പാർക്ക് ചെയ്തു. ഈ കാണുന്ന അമ്പലം ഒരു ട്രാൻസ്പ്ലാന്റ് ടെമ്പിൾ ആണ്. കർഡി എന്ന് പറഞ്ഞ ഒരു വില്ലേജ് ഉണ്ടായിരുന്നു. ഈ സലാവലിയം ഡാം പണിതപ്പോ ആ വില്ലേജ് സബ്മർജ് ആവാണ് ചെയ്തത്. അപ്പൊ ആ ഗ്രാമത്തിൽ വെച്ചായിരുന്നു ഈ അമ്പലം തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഡാം പണിയുന്ന മുമ്പ് ഈ പറയുന്ന ഗ്രാമം മുങ്ങെന്ന് മനസ്സിലാക്കിയോണ്ട് ഈ അമ്പലം പാട്ടായിട്ട് ഡിസ്മാൻഡിൽ ചെയ്ത് ഇപ്പൊ ഈ കാണുന്ന സ്ഥലത്ത് സ്ഥാപിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ ഇവിടെ നിലവില് എൻട്രൻസിലൂടെ ഒരു നന്ദി സ്റ്റാച്ചുവും ഗണപതിയുടെ വിഗ്രഹം കാണാൻ സാധിക്കും. അങ്ങനെ അമ്പലത്തിന്റെ കാഴ്ചകൾ കണ്ട് ഞങ്ങളിന് പോകാൻ പോകുന്നത് ഒരു ഹിഡൻ സ്ഥലത്തേക്കാണ്. കാബോഡി രാമ ഫോർട്ടിലേക്ക്. ഇവിടെ നിന്ന് ഇനി 30 കിലോമീറ്റർ ദൂരമുണ്ട്. അങ്ങനെ കാബോഡി രാമ എത്താറായപ്പം ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. ഇത് നോക്ക് മൊത്തം മദ്യകുപ്പികളാണ് കേട്ടോ. ഈ ഗോവയിലെ ചെറിയ തട്ടുകടയിൽ പോലും മദ്യകുപ്പികൾ കാണാൻ സാധിക്കും. എന്തായാലും നമുക്കൊരു ഗോവൻ താളി കഴിക്കാം. ഗോവയിൽ വന്നിട്ട് ഇതുവരെ ഗോവൻ ഫുഡ് കഴിച്ചിട്ടില്ല. ഇതാണ് കേട്ടോ ഗോവൻ താളി. മീൻകറി ഉണ്ട്, ചോറ്, എന്തൊക്കെയോ കൂട്ട്, പിന്നെ റവയിൽ വറുത്ത മീൻ. അങ്ങനെ നല്ല അടിപൊളി ഗോവൻ ഫുഡൊക്കെ കഴിച്ച് കാബോഡി രാമ ഫോർട്ടിനോട് എത്തിയിരിക്കുകയാണ്. രാമയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ കോട്ട ഒരു ക്ലിഫിന്റെ മുകളിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഈ കോട്ടയുടെ അകത്ത് കയറാൻ പ്രത്യേകിച്ച് എൻട്രി ഫീസ് ഒന്നും ഇല്ല. നേരെ മുന്നിൽ സെയിന്റ് ആന്റണീസിന്റെ പള്ളി കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു പെബിൾ ബീച്ച് ഉണ്ട് കേട്ടോ. അങ്ങോട്ടാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത്. ഈ കാണുന്ന കാടിനകത്തൂടെ നടക്കണ്ടേ. ഇനി ക്ലിഫ് മൊത്തം നടന്ന് ഇറങ്ങണം. ഇവിടെ ചെറിയൊരു കട കാണാൻ സാധിക്കും. കുറെ റിഫ്രഷ്മെന്റ് ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ടോ. നടന്ന് ക്ഷീണിച്ചവർക്ക് ഇവിടെ നിന്ന് കരിക്ക് നാരങ്ങകളൊക്കെ കുടിക്കാം. അതാണ് കേട്ടോ പെബിൾ ബീച്ച്. ചെറിയൊരു ബീച്ചാണത്.
ചെറുതും വലുതായിട്ടുള്ള പെബിൾസ് കൊണ്ട് നിറഞ്ഞ ഒരു കുഞ്ഞു ബീച്ചാണിത്. മണലൊന്നുമില്ലാത്ത അതിമനോഹരമായ ബീച്ച്. കാബോ ഡി രാമ കോട്ടയുടെ പിൻഭാഗമാണിത്. അങ്ങനെ പെബിൾ ബീച്ചിന് അവിടെ ഒരു പാറയുടെ സൈഡിൽ നിന്ന് തിരകളൊക്കെ എന്നീ കാഴ്ചകൾ കണ്ടിട്ട് ഈ ക്ലിഫ് മൊത്തം ചവിട്ടി കയറാണ്. കുറെ ഫോട്ടോ പോയിന്റുകളും കാണാൻ സാധിക്കും. അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുക്കാം. ഇനി ഞങ്ങളിപ്പം ഈ കടലിന്റെ വ്യൂ കാണാൻ വേണ്ടി ഒരു വ്യൂ പോയിന്റിലേക്ക് നടക്കാണ്. ഇതാണ് വ്യൂ. ഈ ക്ലിഫിന്റെ മുകളിൽ നിന്ന് അറബിക്കടലിലെ ഒരു അതിമനോഹരമായ വ്യൂ കാണാൻ സാധിക്കും. അങ്ങനെ ആ വ്യൂ കണ്ടതിന് ശേഷം തിരിച്ചു നടക്കാണ്. ഈ ഫോർട്ടിന്റെ വേറെ ഒരു ഭാഗമാണിത്. അതിന്റെ മുകളിലേക്ക് കയറിയിട്ട് കടലിന്റെ ഒരു വ്യൂ കാണാൻ സാധിക്കും. കാബോ ഡി രാമ ഫോർട്ടിനോട് ഇവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. 1763 വരെ സുന്ദർ രാജാക്കന്മാരുടെ കീഴിലായിരുന്നു ഈ കോട്ട. പിന്നീട് പോർച്ചുഗീസുകാർ പിടിച്ചെടുത്തു. ഇത് മറ്റേ കഴിഞ്ഞ വീഡിയോയിലത്തെ അഗ്വാഡ് ഫോർട്ട് കണ്ടപോലെ തന്നെ ചെങ്കല്ല് ഉപയോഗിച്ചാണ് ഇത് മൊത്തം നിർമ്മിച്ചത്. ഇവിടെ 2-3 പീരങ്കികൾ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അങ്ങനെ കാബോ ഡി രാമയിലത്തെ കാഴ്ചകൾ കണ്ട് ഞങ്ങളിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. സൗത്ത് ഗോവയിൽ കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ കാബോ ഡി രാമ. ഒരുപാട് ഹിഡൻ ബീച്ചുകളുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആണ് കേട്ടോ സൗത്ത് ഗോവ. ഞങ്ങളിപ്പോൾ അഗോണ്ട ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടുങ്ങിയ വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കണേ. ഇതാണ് അഗോണ്ട ബീച്ച്. സൗത്ത് ഗോവയിലത്തെ ഒരു പോപ്പുലർ ബീച്ചാണിത്. ഇവിടെ ബീച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ഒരു വലിയ ബീച്ചാണ് കേട്ടോ ഇത്. കുറേ ബീച്ച് സൈഡ് റെസ്റ്റോറൻറ്റുകളും ഷാക്കുകളും ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഈ ബീച്ചിൽ നിന്ന് ഇതിന്റെ അടുത്തായിട്ടുള്ള ബീച്ചുകളായ ബട്ടർഫ്ലൈ ബീച്ചിലേക്കും ഹണിമൂൺ ബീച്ചിലേക്കൊക്കെ ബോട്ടിംഗ് ഉണ്ട്. പക്ഷെ ഇപ്പൊ വൈകുന്നേരം 5 മണി ആയതുകൊണ്ട് ബോട്ടിംഗ് എല്ലാം ക്ലോസ് ചെയ്തു. ശാന്തമായ ബീച്ചുകൾ നിറഞ്ഞ് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഡെസ്റ്റിനേഷനാണ് സൗത്ത് ഗോവ. നല്ല ഭംഗിയുള്ള ബീച്ചാണ് കേട്ടോ അഗോണ്ട ബീച്ച്. എന്തായാലും എൻജോയ് ദ ബ്യൂട്ടി ഓഫ് അഗോണ്ട ബീച്ച്.
അങ്ങനെ അഗോണ്ട ബീച്ചിൽ നിന്ന് സൺസെറ്റ് ഒക്കെ കണ്ട് ബീച്ചിൽ കുറച്ചു നേരം കളിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവാ. ഇവിടെ റോഡിന്റെ രണ്ട് സൈഡിലും കടകൾ കാണാൻ സാധിക്കും. സൗത്ത് ഗോവയിലത്തെ കാഴ്ചകൾ എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ ഞങ്ങളുടെ ഗോവ ട്രിപ്പ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ യാത്രയുടെ അഭിപ്രായങ്ങളിൽ നിന്ന് കമന്റ് ചെയ്യുക. അടുത്ത ദിവസം ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് തിരിച്ച് ബാംഗ്ലൂർക്ക് പോവാം. അതിന്റെ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും ഈ വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരെ ബൈ.